നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്റ്റേജ് 3 ഡിഗ്രി ലെവൽ പ്രിലിമിനറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എഴുതിയവരോടൊക്കെ നമ്മളൊരു പോൾ ഇട്ട് ചോദിച്ചപ്പോഴും അല്ലാതെ എല്ലാവരും പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഈസി ടു മോഡറേറ്റ് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെടുത്തോളം നമുക്ക് മനസ്സിലാവുന്നത് മാത്സ് ഒക്കെ നല്ല ടഫായിരുന്നു, ചെയ്ത് കിട്ടാനൊക്കെ കുറച്ച് പ്രയാസമാണ്. ഇംഗ്ലീഷും മലയാളവും ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഹിസ്റ്ററി കുറച്ച് ടഫായിട്ട് തോന്നി. ഹിസ്റ്ററി പെട്ടെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. പിന്നെ ജോഗ്രഫി, എക്കണോമിക്സ്. ഇപ്പോൾ എക്കണോമിക്സ് ഇന്ന് എടുത്ത് പറയണം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന മെയിൻസിൻ്റെയും പ്രിലിംസിൻ്റെയും എക്കണോമിക്സ് വളരെ കട്ടിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ 4 എക്കണോമിക് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്നലെ രാത്രി എക്കണോമിക്സിൻ്റെ ഒരു പെട്ടെന്നൊരു റിവിഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് NNBയുടെ ഫാക്ടർ കോസ്റ്റും അതുപോലെ തന്നെ ബാങ്ക് നിരക്ക് അതിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ട എല്ലാവരും ആ ബാങ്ക് റേറ്റ് ഒക്കെ കറക്റ്റായിട്ട് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ബാങ്കുകൾ അവരുടെ വായ്പകളിൽ നിന്നും ഈടാക്കുന്ന പലിശ നിരക്ക് എന്നൊക്കെ എഴുതാൻ തോന്നും. പക്ഷേ ഇന്നലത്തെ ക്ലാസ് കണ്ട് ഉറപ്പിച്ചു പോയവരെ എന്തായാലും ഓപ്ഷൻ ഡി സെലക്ട് ചെയ്ത് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അതുപോലെ NNB ആയിട്ട് ഫാക്ടർ കോസ്റ്റിൻ്റെയും നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ജോഗ്രഫി ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ജോഗ്രഫിയൊക്കെ നമുക്ക് ഒരുവിധം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്റ്റാൻഡേർഡും ഉണ്ടായിരുന്നു, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടില്ല. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ വിഭാഗത്തിൽ നിന്നും നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നത്. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി ഒരുപാട് കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും അവർ ചോദിച്ചില്ല, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അപ്പോൾ മാത്സ് ആണ് കുറച്ച് ടഫായിട്ട് നിന്നത്. ഹിസ്റ്ററി പേഴ്സണലി എനിക്ക് ടഫായിട്ട് തോന്നി. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഒന്നെന്താ? ഔറംഗസേബ് തന്റെ കൊട്ടാരത്തിൽ പാടുന്നത് വിലക്കി. 2, ഔറംഗസേബിന്റെ ഭരണകാലത്താണ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്. അപ്പോൾ ചിലരൊക്കെ ആദ്യത്തേത് മാത്രം ശരി, രണ്ടാമത്തെ ഇപ്പോൾ പാടുന്നത് വിലക്കിയെങ്കിൽ രണ്ടാമത്തേത് തെറ്റല്ലേ? ആ ഒരു അർത്ഥത്തിൽ ഒന്ന് മാത്രം ശരി. ഇപ്പോൾ പാടുന്നത് വിലക്കിയത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്നാൽ അത് അങ്ങനെ ശരിയാവുന്ന സമയത്ത് ഈ രണ്ടാമത്തത് തെറ്റാവില്ലേ എന്നുള്ളൊരു അർത്ഥത്തിൽ എല്ലാവരും ഒന്ന് മാത്രം ശരി എന്ന് എഴുതി കാണും, ബി എഴുതി കാണും. എന്നാൽ 1ഉം 2ഉം ശരി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2, നിരവധി സംഗീതജ്ഞരും ഗായകരും സ്വാതി തിരുനാളിന്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. അതായത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അല്ലായിരുന്ന ആളുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാരാണ്? അലഗിരി നായിഡു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3, ഇന്ത്യയുടെ വോളിബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ ആണ്. ഏതാണ്? ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡി ആണ്. അച്യുത സാമന്തയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ്? അപ്പോൾ ഓപ്ഷൻ മാത്രം ഞാൻ പറയുകയാണ്. 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുഹമ്മദ് അബ്ദുറഹിമാൻ വിജയിച്ചു. അത് തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം യോജിപ്പിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം തിരഞ്ഞെടുക്കുക. ഇത് ഒരുപാട് കറക്റ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും, അല്ലാത്തവർക്ക് കുറച്ച് ഡൗട്ട് ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 6, ആൻഡ്രോപോവിന് മുമ്പ് USSR ഗവൺമെന്റിൽ യൂറി അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ലിയോണിഡ് ബ്രെഷ്നെവ് ആണ് കേട്ടോ. അടുത്തത് 7ാമത്തത്, താഴെ പറയുന്നവ ശരിയായ കാലക്രമത്തിൽ ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ബദൂൺ സ്കൂള്, കൽക്കട്ട, മദ്രാസ് യൂണിവേഴ്സിറ്റി, വാരണാസിയിലെ സംസ്കൃത കോളേജ്, പൂനെയിലെ ഗേൾസ് സ്കൂള്. ഇത് കാലക്രമത്തിനനുസരിച്ച് എഴുതാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ശരിയാവണമെന്നില്ല. എല്ലാം നന്നായിട്ട് അറിയാവുന്നവരോ, ഇപ്പോൾ ബദൂൺ സ്കൂളൊക്കെ എല്ലാവർക്കും അറിയണമെന്നില്ല. ഓപ്ഷൻസ് മാത്രം പറയാം. ഓപ്ഷൻ സി ആണ് ആൻസർ. 8, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായ തെറ്റ്? അപ്പോൾ അയ്യാ വൈകുണ്ഠ ക്ഷേത്രത്തിൽ ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി, എല്ലാവർക്കും അതറിയാം. അതുപോലെ മദ്രാസ് ഗവർണർ ചാൾസ് ട്രെവലിയൻ തിരുവിതാംകൂറിലെ അധികാരികളെ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകണമെന്ന് പ്രേരിപ്പിച്ചു. ശരിയാണ്. പണ്ഡിറ്റ് കറുപ്പനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ശരിയാണ്. എന്നാൽ സഹോദരൻ അയ്യപ്പൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 9, ലിസ്റ്റ് 1ഉമായിട്ട് ലിസ്റ്റ് 2നെ യോജിപ്പിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം തിരഞ്ഞെടുക്കുക. രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ, മാന വിക്രമ ഏട്ടൻ തമ്പുരാൻ, KS ലക്ഷ്മണ പണിക്കർ, K കേശവപിള്ള. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. കേരള ഹിസ്റ്ററി ഉണ്ടല്ലോ, കേരള ഹിസ്റ്ററി നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് നോക്കണം. കേരള ഹിസ്റ്ററിയുടെ പുസ്തകം എപ്പോഴും പറയുന്ന ഒരു പുസ്തകമുണ്ട്,
ശ്രീധര മേനോൻ്റെ, അതൊക്കെ ഇനി ഫോളോ ചെയ്ത് തുടങ്ങേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് ചോദ്യങ്ങളൊക്കെ പോകുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ, ഓപ്ഷൻ എ ആണ്. അടുത്ത 10, താഴെ പറയുന്നവയിൽ അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടാത്തത് ഡൊണാൾഡ്. 11, താഴെ പറയുന്നവയിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലകൾ. ക്ലൗഡ് കവറിന്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദ്യം വന്നു. ഐസോനെഫ് ആണ് കേട്ടോ, ഐസോനെഫ്. അതുപോലെ താഴെ പറയുന്ന കാറ്റുകളിൽ സീസണൽ കാറ്റ് ഏതാണ്? സീസൺ കാറ്റ് മൺസൂൺ കാറ്റാണ്. അതുപോലെ ഇന്ത്യയിലെ ഹിമാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഹിമാലയം ഭൂമിശാസ്ത്രപരമായി ചെറുപ്പവും ഘടനാപരമായി വളഞ്ഞ പർവ്വതമാണ് അല്ലെ, എൻഫോൾഡഡ് മൗണ്ടൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ശരിയാണ്. ഏറ്റവും പുറത്തുള്ളത് എന്താണ്? ശിവാലിക്കാണ് അല്ലെ, ശിവാലിക്ക് ഏറ്റവും പുറത്തുള്ളതാണ്. എന്നാൽ എവറസ്റ്റ് പർവ്വതം ശിവാലിക്കിലല്ല. സോ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15, താഴെ പറയുന്നവയിൽ ഏതാണ് കിഴക്കോട്ട് ഒഴുകാത്ത നദി? അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് പെരിയാറാണ്. അടുത്തത് ഫാക്ടർ കോസ്റ്റിലുള്ള NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? GNB ഫാക്ടർ കോസ്റ്റിൽ നിന്നും ഡിപ്രിസിയേഷൻ അഥവാ മൂല്യ തകർച്ച കുറച്ചാൽ മതി. സോ ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1950. ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മഹൽനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി ആണ്, 2ാം പഞ്ചവത്സര പദ്ധതി. ബാങ്ക് നിരക്ക് എന്നാൽ എന്താണ്? റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് റീഡിസ്കൗണ്ടിങ് നിരക്കാണ്. ഇത് കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മലയാളീകരിച്ചതുകൊണ്ടാണ്. ഇറ്റ് ഈസ് എ റീഡിസ്കൗണ്ടിങ് റേറ്റ് ദാറ്റ് RBI എക്സ്റ്റെൻഡ് ടു ബാങ്ക് അഗൈൻസ്റ്റ് സെക്യൂരിറ്റീസ്. അതാണ് ബാങ്ക് നിരക്കെന്ന് പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കുമിടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്? ആരാണ്? ആർട്ടിക്കിൾ 246 ആണ്. കൂറുമാറ്റം എല്ലാവർക്കും അറിയാം, 10ാം ഷെഡ്യൂളാണ് അല്ലെ കൂറുമാറ്റം. അടുത്ത 22, നിയമസഭയുടെ ഇരുസഭകളും പാസാക്കിയ ബില്ലിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോൾ അതിനെ അറിയപ്പെടുന്ന പേര് പോക്കറ്റ് വീറ്റോ എന്നാണ്. അതായത് ഒരു തീരുമാനം എടുക്കാതെ മാറ്റിവെക്കുക, അത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കഴിവ് പോക്കറ്റ് വീറ്റോ ആണ്. 23, നോർത്തേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ്. 24, താഴെ പറയുന്നവയിൽ പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായ മൗലിക അവകാശമാണ്? ഓപ്ഷൻ ഡി, നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും. 25, ഏതാണ് റിട്ടുകളിൽ പെടാത്തത്? കോവാറന്റോ ഹേബിയസ് കോർപ്പസ് നിരോധനം അഥവാ പ്രൊഹിബിഷൻ, അത് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് എന്തല്ല? ഒരു റിട്ടല്ല. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1964 SCRT ക്വസ്റ്റ്യൻ. 27, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിൽ വിവരിക്കുന്നു? ഭരണഘടനാ ഭേദഗതി നമുക്ക് പഠിക്കാനുണ്ട്. ഏത് ഭരണഘടനാ ഭേദഗതി ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 368, ഓപ്ഷൻ എ. കൂട്ടുത്തരവാദിത്തം ഡാഷ് ഭരണകൂടത്തിന്റെ ഒരു സവിശേഷതയാണ്? പാർലമെന്ററി സംവിധാനം. 29, ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. 30, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പ്രൈമസ് ഇന്റർ പാരിസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ് മോർലി ആണ് കേട്ടോ. മിൻഡോ മോർലി ഇല്ലേ, അതിനകത്തെ മോർലി. ഗാംബിറ്റ് എന്ന വാക്ക് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാള സാഹിത്യകാരൻ TC ജോസഫിന്റെ തൂലികാ നാമം ഇടമറുക. 2022 വിന്റർ ഒളിമ്പിക്സിന്റെയും ബിങ് ഡ്വെന്നിന്റെയും ഔദ്യോഗിക ചിഹ്നമായിരുന്നു പാണ്ടാ കരടി. MT വാസുദേവൻ നായരുടെ ഏതാ നാലുകെട്ട്? അപ്പുണ്ണി നാലുകെട്ടിലാണ്. ഓപ്ഷൻ ബി ആണ്. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ വെച്ചാൽ? ജക്കാർത്തയിൽ വെച്ചിട്ടായിരുന്നു. ഇവിടെ ജക്കാർത്ത. അടൂർ ഗോപാലകൃഷ്ണന്റെ ഡാഷ് എന്ന ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ. ഏതാണ്? അനന്തരം. G. അരവിന്ദന്റെ ഏത് ചിത്രത്തിനാണ് 1985 ദേശീയ പുരസ്കാരം കിട്ടിയത്? ചിദംബരമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി ഡാഷ് തടാകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ? അഷ്ടമുടി. പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു ഡാഷ് കായിക വിനോദമാണ് ചറേറിയ. ഏതാണ്? മെക്സിക്കൻ ആണ് ആൻസർ. സാറ ജോസഫിന് ഡാഷ് എന്ന ചെറുകഥാ സമാഹാരത്തിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചു. പാപത്തറ. അതുപോലെ ഒരു ഫ്ലാഷ് മെമ്മറി കമ്പ്യൂട്ടറിലെ ഏത് മെമ്മറിയിൽ പെടുന്നു? EEPROM ആണ്. എല്ലാവരും പഠിച്ചതാണത്. അതുപോലെ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഇതിനകത്ത് സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് സ്പ്രെഡ് ഷീറ്റ്. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന 2 കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണമാണ് ഗേറ്റ്വേ. അതുപോലെ HTML പേജിൽ ഒരു പിക്ചർ ചേർക്കണമെങ്കിൽ എന്ത് ടാഗാണ് ഉപയോഗിക്കേണ്ടത്? ഇമേജ് എന്ന് പറയുന്ന ടാഗാണ്. ഓപ്ഷൻ എ. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ ഡി 2000. അമർത്യ സെന്നിന് 1998
ഡാഷ് മേഖലയിലെ സംഭാവനകൾക്ക് നൊബേൽ സമ്മാനം ലഭിച്ചു. ഇന്ത്യയിലെ അമർത്യ സെന്നിന് എന്തിനാ കിട്ടിയത്? സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് ആണ്. സോ ഇതിനകത്തൊന്നും എക്കണോമിക്സ് ഇല്ല, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഹൈദരാബാദ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ് നിർമ്മിച്ചത്? ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. ഹരിതഗ്രഹ പ്രഭാവ വാതകങ്ങളെ സംബന്ധിച്ച് ഏതാണ് ശരി? നമുക്കറിയാം നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥൈൻ ഇതെല്ലാം എന്താണ്? ഹരിതഗ്രഹ വാതകമാണ്. സോ എല്ലാം ഉണ്ട്, എല്ലാ പ്രസ്താവനകളും ശരി. നമ്പർ 50, ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു? 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ മാത്സ് ഞാനിപ്പോൾ പറയുന്നില്ല, ഇനി നമുക്ക് ഇംഗ്ലീഷും നോക്കി മലയാളം നോക്കിയിട്ട് നിർത്താം. ക്വസ്റ്റ്യൻ നമ്പർ 71 അതിൻ്റെ ആൻസർ മാത്രം പറയാം. ഓപ്ഷൻ ബി ഇനഫ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 72 ഓപ്ഷൻ സി. 73 ഓപ്ഷൻ എ ആണ്. 74 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഹി ഈസ് നെവർ ഇംപൊളൈറ്റ് ടു എനിവൺ. 75 ഓപ്ഷൻ സി. 76 ഓപ്ഷൻ എ. 77 ഓപ്ഷൻ എ ആണ്. അതുപോലെ 78 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ എ ആണ്. 79 80 ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 81 ഓപ്ഷൻ ബി ആണ്. 82 ഓപ്ഷൻ ബി ആണ്. 83 ഓപ്ഷൻ സി ആണ്, സോറി ബി ആണ് കേട്ടോ, ഹെവി ആണ്. 84 ഓപ്ഷൻ ബി ആണ്. 85 ഓപ്ഷൻ എ ആണ്. 86 ഓപ്ഷൻ എ ആണ്. 87 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, അതെല്ലാവരും എഴുതി കാണും. 88 ഓപ്ഷൻ ഡി ആണ്. 89 ഓപ്ഷൻ ബി ആണ്. അതുപോലെ 90 ഓപ്ഷൻ ബി ആണ്. മലയാളം എല്ലാവരും എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു, 10 മാർക്കിനും. 91 ഓപ്ഷൻ സി ആണ് ആൻസർ. 92 അക്ഷന്തവ്യം അല്ലേ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അതുപോലെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകം കൂട്ടുകൃഷി, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി. മൺകലം എന്താണ്? മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലം. പൂജക ബഹുവചനം സ്വാമികളാണ്. ലോഭം, ലോഭിച്ചു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കുറഞ്ഞു കുറഞ്ഞു വരിക, 96 എ ആണ്. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗം, ഇതെല്ലാവർക്കും ഒരു ഡൗട്ട് വന്നു കാണും, നേത്രിയാണ്. അധ്വാനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ല് അണ്ണാൻകുഞ്ഞിനും തന്നാലായത്. വാക്ക് എന്ന പദത്തിന്റെ പര്യായമാണ് വാണി. വാണിമണി, നമ്മളതിലെ സരസ്വതി ദേവിയുടെ കീർത്തനങ്ങളിലൊക്കെ വാണി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരസ്വതി ദേവി, വാക്കിന്റെ ദേവി. 100 എന്ന് പറയുന്നത് ശരിയായി പിരിച്ചെഴുതിയത് ഏതാണ്? തിരുവധികം ആതിരയാണ്, തിരുവാതിര. സോ അതാണ് ആൻസർ ആയിട്ട് വന്നത്. അപ്പോൾ ഇതിന്റെ 10 മാർക്ക് മിക്കവർക്കും കിട്ടിക്കാണും. ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പ്രിലിമിനറിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്ത് തുടങ്ങാത്തവർ അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്ത് തുടങ്ങുക. നമുക്ക് സീരീസ് ആയിട്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വരെ ബൈ.